ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വേറെ ജില്ലകളിലേക്കൊന്നുമല്ല, നമ്മുടെ സ്വന്തം ജില്ലയിൽ തന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോക്ക്. വേറെ എങ്ങോട്ടുമല്ല, നീണ്ടൂരുള്ള ഒരു അഗ്രികൾച്ചർ പാർക്കിലേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര. എന്തായാലും നമുക്ക് പാർക്കൊന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾക്ക് നല്ല ഐശ്വര്യമുള്ളതുകൊണ്ട് കയറിയപ്പോൾ തൊട്ട് നല്ല തകർപ്പ് മഴയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികൾക്കൊക്കെ പറ്റിയൊരു പാർക്കാണ്. അവർക്ക് കളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. പിന്നെ നമുക്കൊക്കെ പോയി വെറുതെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് സമയം ചെലവഴിക്കാനും പറ്റിയൊരു സ്ഥലമാണ്. ഇനി നമ്മൾ ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അകത്ത് തന്നെ മീനൊക്കെ വളർത്തുന്ന കുളമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു മ്യൂസിയം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ മ്യൂസിയത്തിലൊന്ന് കയറുകയാണ്. അവിടെ എന്ന് വെച്ചാൽ കുറേ പഴയ സാധനങ്ങൾ, പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന കൂജ, പിന്നെ ഈ ഇടങ്ങഴി, അങ്ങനെ ഈ അരിയൊക്കെ അളന്നെടുക്കുന്ന സാധനം, പിന്നെ തെറ്റാലി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതൊരു അഗ്രികൾച്ചർ പാർക്കാണെന്ന്. അപ്പോൾ ഇവിടെ കുറേ തൈകളൊക്കെ ഉണ്ട്, നേഴ്സറി പോലെയൊക്കെ ഉണ്ട്. അപ്പം തൈകളൊക്കെ വേണ്ടവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം. പിന്നെ മീൻ വളർത്തുന്ന കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻ വളർത്തുന്ന കുളം മാത്രമല്ല, ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ താമരയൊക്കെ വളർത്തുന്ന താമരക്കുളമുണ്ട്. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പിന്നെ മഴയത്ത് കുടയൊക്കെ ചൂടി അതിലെ കുറേ നേരം നടന്നു. ഇതാണ് ഞാൻ പറഞ്ഞ താമരക്കുളം. പക്ഷേ താമരയൊന്നും ഉണ്ടായിട്ടില്ല, മുട്ടൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ മഴയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിൽ കുറച്ച് നേരം ഇവിടെ നടന്നു. പിന്നെ തിരിച്ച് വന്ന വഴിക്ക് ഒരു സപ്പോർട്ടിക്ക മരം കണ്ടു. അപ്പോൾ അതിൽ സപ്പോർട്ടിക്കൊക്കെ പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ തൊട്ട് വെക്കുകയാണ്. പിന്നെ വന്ന വഴിക്ക് ഒരു നാരകം കണ്ടു. അതിൽ നിറയെ നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പിടിച്ചിട്ട് കയ്യിലിങ്ങനെ നാരങ്ങയുടെ മണമൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് മണത്തൊക്കെ നോക്കുകയാണ്. പിന്നെ മീൻകുളത്തിൻ്റെ അടുത്തോട്ട് പോയി. അവിടെയാണ് നിറയെ വലിയ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കരിമീനുകളും അങ്ങനെ കുറേ മീനുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് പോയത്. പിന്നെ ഇരുട്ടാവുന്ന കണ്ടപ്പോഴത്തേക്കിനും ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി. പോയ വഴിക്ക് എന്നാൽ ഒരു ചായയും കൂടി കുടിച്ചേക്കാമെന്ന് ഓർത്തു. മഴയൊക്കെ അല്ലേ, അപ്പോൾ പോയിട്ടൊരു ചൂട് ചായയും പിന്നെ കുറച്ച് ചെറുകടിയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.